ബീഹാറിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങൾ ഒന്ന് കേരളമാണ്. ആ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ച് ഒരു കുട്ടിക്കളിയല്ല. വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ BJP മുന്നിട്ട് കാണുന്ന മുൻകാല തെരഞ്ഞെടുപ്പുകളെ പോലെയല്ല എന്ന് സാരം. ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിന് വളരെ പ്രത്യേകതയുണ്ട്. ഇത് നിയമസഭയ്ക്ക് വേണ്ടിയാണ് ഈ ഒരുക്കമെങ്കിലും തദ്ദേശത്തിൽ വലിയ നേട്ടങ്ങൾ തന്നെയാണ് BJPക്ക് കൊയ്യേണ്ടതായിട്ട് ഉള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അണിയറയിൽ മുൻപ് മുതലേ തുടങ്ങിയിരുന്നു. സംസ്ഥാന തലത്തിൽ 21 നിയമസഭാ സീറ്റുകൾ ലക്ഷ്യമിട്ടാണ് BJP കളത്തിലിറങ്ങുന്നത്. 5 സീറ്റെങ്കിലും ഉറപ്പാക്കണം എന്നൊരു നിർദ്ദേശവും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം, തൃശ്ശൂർ കോർപ്പറേഷന്റെയും ഭരണം പിടിക്കുക, കോഴിക്കോട് അടക്കമുള്ള കോർപ്പറേഷനിൽ പ്രധാന പ്രതിപക്ഷമായി മാറുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ മുനിസിപ്പാലിറ്റികളായ കായംകുളം, ഹരിപ്പാട് തുടങ്ങിയ മുനിസിപ്പാലിറ്റിയിൽ വലിയ രീതിയിലുള്ള ജനപ്രതിനിധികൾ അല്ലെങ്കിൽ ജനപ്രാതിനിധ്യം, BJPയുടെ പ്രാതിനിധ്യം വലിയ രീതിയിൽ ഉയർത്തുക. മുനിസിപ്പാലിറ്റികൾ മറ്റൊന്ന് അവർ ശ്രദ്ധ വെക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം പാലാ മുനിസിപ്പാലിറ്റി അവരെ സംബന്ധിച്ച് ക്രിസ്തീയ വോട്ടുകൾ എത്രത്തോളം എത്തി എന്നുള്ളതിൻ്റെ ഒരു ഉരകല്ലായി പാലാ മുനിസിപ്പാലിറ്റി അടക്കം ക്രിസ്തീയ മേഖലയിലുള്ള മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ഈ തെരഞ്ഞെടുപ്പിൽ മാറും. അതനുസരിച്ചുള്ള തന്ത്രമായിരിക്കും പിന്നീട് നിയമസഭയിൽ അവർ മുൻപോട്ട് കൊണ്ടുപോകുക. അതിനിടയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള അസംതൃപ്തരായ നേതാക്കളെയും അണികളെയും BJPയിൽ എത്തിക്കും. ഒപ്പം തന്നെ ചെറു പാർട്ടികൾ ഇല്ലെങ്കിൽ മറ്റു പാർട്ടികൾ ഉണ്ടെങ്കിൽ അവരെ പിളരുകയാണെങ്കിൽ ആ പിളരുന്ന ഭാഗം കൂടി തൽക്കാലം ഇന്ത്യയുടെ ഭാഗമാക്കാതെ തന്നെ ആ നോൺ അലയൻസ് ആയി നിർത്തിക്കൊണ്ട് മുൻപോട്ട് പോവുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു ബൃഹത് പദ്ധതിയാണ് കേരളത്തിന് വേണ്ടി ഒരുങ്ങുന്നത്. തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ ADMKയുമായി സഖ്യത്തിലാണ് എന്നിരിക്കലും BJPയുടെ പക്ഷത്തേക്ക് കൂടുതൽ ചെറുപാർട്ടികളെ ചേർത്തുകൊണ്ട് ഒരു മുന്നണി, ആ മുന്നണി വന്നു കഴിഞ്ഞാൽ ADMKയുമായി സീറ്റിന്റെ കാര്യത്തിൽ വിലപേശാനുള്ള ശക്തി തങ്ങൾക്ക് കൂടുമെന്ന് BJP കരുതുന്നു. ഏതായാലും ദക്ഷിണേന്ത്യക്കും ഒപ്പം തന്നെ ബംഗാളിനും വ്യത്യസ്തമായ ചില പദ്ധതികളാണ് BJP അണിയറയിൽ ഒരുക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.